Hi, good morning, all of you. Good morning, sir. എല്ലാവർക്കും yes. Okay. Good morning, sir. Yes. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. എല്ലാവരും ശബ്ദം വ്യക്തമായി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി. അപ്പോ ഏവർക്കും സുസ്വാഗതം. നമ്മള് സ്മാർട്ട് എഡ്യു കൺസൾട്ടൻസിയുടെ സാമൂഹിക പ്രതിബദ്ധതയാർന്ന 15ാം വർഷത്തില് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ ഒരു കോഴ്സിലോട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ചേർന്നിട്ടുള്ളത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ഗുണനിലവാരത്തോടു കൂടി സമൂഹത്തിന്റെ പിന്നാക്കം നിൽക്കുന്ന മുഴുവൻ പേരെയും സുസ്ഥിരമായ ഒരു ജോലി നേടിക്കൊടുക്കണമെന്നുള്ള സാമൂഹ്യ പ്രതിബദ്ധതയാർന്ന ഒരു കൺസെപ്റ്റ് സ്മാർട്ട് ശ്രീ മുന്നോട്ടേക്ക് വെച്ചത് സ്വീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ കയറിയിട്ടുള്ളത്. 4600 രൂപയാണ് നമ്മുടെ കോഴ്സിന്റെ ഫീസ്. ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗ്ലോബൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഇതാണ് നമ്മുടെ കോഴ്സിന്റെ പേര്. ഈ കോഴ്സ് സാധാരണഗതിയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ പഠിപ്പിക്കുന്നത് നിലവിൽ 20,000 രൂപ തുടങ്ങി 50,000 രൂപ വരെ ഉള്ള ഫീസ് സ്ട്രക്ചറിലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ 4600 രൂപയ്ക്ക് ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് രംഗത്തോട്ട് വന്നിട്ടുള്ളത്. അത് വിശ്വാസത്തിലെടുത്ത് ഈ കോഴ്സിലേക്ക് ചേർന്ന മുഴുവൻ പേർക്കും സ്മാർട്ട് ശ്രീയുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളാണ്. ഞാനിന്ന് വന്നിട്ടുള്ളത് നോൺ അക്കാദമിക് ആയിട്ട് ഈ കോഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ക്ലാസ്സിനകത്ത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആകെ 60-65 പേരാണ് നമ്മുടെ ഈ കോഴ്സിനകത്തുള്ളത്. ചെറിയ ചെറിയ ബാച്ചുകളായിട്ടാണ് നമ്മൾ ഈ കോഴ്സുകൾ അതിൻ്റെ ഒരു ഫ്രെയിം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ 65 പേരടങ്ങുന്ന ഒരു ബാച്ചായിരിക്കും നിങ്ങളുടെ ബാച്ചിനകത്ത് ഉണ്ടാകുക. ക്ലാസ് എങ്ങനെയാണ് നടക്കുന്നത്, എക്സാം എങ്ങനെയാണ് നടക്കുന്നത്, സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ്, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് തുടങ്ങി നോൺ അക്കാദമിക് ആയിട്ടുള്ള ക്ലാസ്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് അഡ്മിഷൻ എടുത്തിട്ടുള്ളതിൽ ബഹുഭൂരിപക്ഷം പേരും നമ്മുടെ സ്റ്റുഡന്റ് കൗൺസിലേഴ്സ് പറഞ്ഞിട്ടായിരിക്കും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവര് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ആശയവിനിമയത്തിലെ മറ്റെന്തെങ്കിലും അവ്യക്തതകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ ക്ലാസ്സിനകത്ത് പറയുന്ന കാര്യങ്ങളായിരിക്കും ഏറ്റവും ആധികാരികമായിട്ടുള്ളത്. ഈ ക്ലാസ് റെക്കോർഡ് ക്ലാസ് ആയി നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ആപ്പുകളാണ് വേണ്ടത്. ഏതൊക്കെ ആപ്പുകളാണെന്നൊന്ന് പറയാമോ? കമോൺ, ഏതൊക്കെ ആപ്പുകൾ വേണം? ക്ലാസ് റൂം ആപ്പ്, ഗൂഗിൾ ക്ലാസ് റൂം വേണം. 2 ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് വേണം. ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ആപ്പ് വേണം. ഗൂഗിൾ ക്ലാസ് റൂം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അറിയോ? നോട്ട്സ് ഒക്കെ ക്ലാസ് അതിലെ വരിക, റെക്കോർഡഡ് ക്ലാസ് അതിലെ വരിക. ക്ലാസ്സുകൾ നമ്മളിപ്പോ ഒരു ക്ലാസ് റൂമിൽ ചെല്ലുന്നു. ആ ക്ലാസ് റൂമിലായിരിക്കും നമ്മുടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ റെക്കോർഡ് ക്ലാസ്സുകൾ വരുന്നത്. ഇതിനകത്തായിരിക്കും 1 റെക്കോർഡ് ക്ലാസ്സുകൾ, 2 മോക്ക് ടെസ്റ്റുകൾ, 3 PDF നോട്ടുകൾ, 4 ഇൻസ്ട്രക്ഷൻസ്. ഈ 4 കാര്യങ്ങളാണ് ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് വരിക.
റെക്കോർഡ് ക്ലാസ്സുകൾ വരും, മോക്ക് ടെസ്റ്റുകൾ വരും, PDF വരും, ഇൻസ്ട്രക്ഷൻസ് വരും. 4 കാര്യങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും വരിക. തിങ്കൾ മുതൽ വെള്ളി വരെ അരമണിക്കൂർ വീതമുള്ള 2 ക്ലാസ്സുകളായി 1 മണിക്കൂറായിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അരമണിക്കൂർ വീതമുള്ള 2 ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന 1 മണിക്കൂർ ക്ലാസ് ആണ് നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമായി റെക്കോർഡ് ക്ലാസ്സിൽ ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ റെക്കോർഡ് ക്ലാസ് മാത്രം കണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. എന്താണ് പ്രശ്നം? റെക്കോർഡ് ക്ലാസ് മാത്രം കണ്ട് പഠിക്കുമ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ലേ? ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റൂല. എന്തെങ്കിലുമൊക്കെ ഒരു സംശയം വന്നാൽ അതാണോ ഇതാണോ എന്ന് നമുക്ക് ഒരു സംശയം തോന്നും. അപ്പോ ആ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വേണം നമുക്ക്. അതിനു വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പെർട്സ് ആയിട്ടുള്ള നമ്മളുടെ ഫാക്കൽറ്റീസ് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ലൈവ് ക്ലാസ് എടുത്തു തരുന്നതാണ്. അപ്പൊ ആ ലൈവ് ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂം. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ആപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? അത് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ്സിന്റെ സമയം നിശ്ചയിച്ചിട്ടുള്ളത് രാവിലെ 10 മണിയാണെന്ന് വിചാരിക്കുക. 10 മണിക്ക് നിങ്ങളുടെ ലൈവ് ക്ലാസ് ആണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണോട്ടോ. നിങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നിങ്ങളുടെ ഒരു അമ്മാവൻ, സതീശമ്മാവന്റെ മോളുടെ കല്യാണമാണ് 10:30 മണിക്ക്. താലി കിട്ടും. നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുമോ? താലി കിട്ടി പങ്കെടുക്കും? ഏതിൽ പങ്കെടുക്കും? കമോൺ, താലി കിട്ടി പങ്കെടുക്കോ? ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കോ? കേക്കട്ടെ. ആ കുറ്റമില്ലേ? സംശയമാണ്, ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? ഏതിൽ പങ്കെടുക്കും? കല്യാണത്തിന് പങ്കെടുക്കും. ഉറപ്പായിട്ടും കല്യാണത്തിന് പങ്കെടുക്കും, ഇല്ലേ? അപ്പോ കല്യാണത്തിന് പങ്കെടുക്കുമ്പോൾ ഈ ലൈവ് ക്ലാസ് ഇവിടെ മിസ്സായി പോയി. ഈ മിസ്സായി പോയ ലൈവ് ക്ലാസ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? മിസ്സായി പോയ ലൈവ് ക്ലാസ് എടുക്കാൻ വേറെ മാർഗമൊന്നുമില്ല. ആ ലൈവ് ക്ലാസ് തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ലഭ്യമാകുന്നതാണ്. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ, സാധാരണഗതിയിൽ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ കിട്ടും. അതുകൂടാതെ ഗൂഗിൾ മീറ്റിൽ ഉള്ള ലൈവ് ക്ലാസ്സുകൾ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ലഭ്യമാകുന്നതാണ്. ക്ലിയർ? ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അടുത്തത് നമ്മുടെ കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ ആണ്. എത്ര രൂപയാണ് ഫീസ്? ഒന്ന് പറഞ്ഞേ, ഫീസ് എത്രയാണ്? 4,600 രൂപ. ആ 4,600 എന്ന് പറയുന്നത് 2 ഭാഗങ്ങളായിട്ടാണ്. ഇതിൽ ആദ്യത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്തവരാണ് ഇന്നീ ക്ലാസ് റൂമിലുള്ളത്. ആദ്യത്തെ ഭാഗം 1000 രൂപ അടച്ച് നിങ്ങൾ രജിസ്ട്രേഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 1000 രൂപ രജിസ്ട്രേഷന് വേണ്ടി ചെലവാക്കുന്ന പൈസയാണ്. അത് റീഫണ്ടബിൾ അല്ല, അത് തിരിച്ച് കിട്ടുന്നതല്ല. എന്താ കാരണം എന്നറിയോ? ആ ആദ്യത്തെ 1000 രൂപ മേടിച്ചിരിക്കുന്നത് സ്മാർട്ട് ശ്രീ അല്ല, നമ്മുടെ സർട്ടിഫിക്കേഷൻ അതോറിറ്റിയായ സെൻട്രൽ ഗവൺമെന്റ് ഓട്ടോണമസ് ബോഡി RSDCA ആണ്. കേന്ദ്ര സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനം റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി എന്ന് പറയുന്ന സ്ഥാപനമാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ കോഴ്സിന്റെ എക്സാം നടത്തുന്നത്, അതിന്റെ ഇൻവിജിലേഷൻ നടത്തുന്നത്, ഫൈനലിസ്റ്റ് അപ്രൂവ് ചെയ്യുന്നത്, റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്, വാല്യുവേഷൻ നടത്തുന്നത് എല്ലാം അവരാണ്, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് വരെ. അപ്പോ അവിടെ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ അഡ്മിഷൻ എടുക്കുന്ന മുഴുവൻ പേരുടെയും രജിസ്ട്രേഷൻ ആദ്യം തന്നെ എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ 1000 രൂപ ചെലവാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ പൈസ റീഫണ്ടബിൾ ആയിരിക്കുകയില്ല. അത് നമ്മൾ മേടിച്ചിട്ടുള്ള പൈസയല്ല, നമ്മളത് ഓൾറെഡി ചെലവാക്കി കഴിഞ്ഞ പൈസയാണ്. നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന്റെ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നമ്മളത് RSDCAയിൽ അടച്ച പൈസയാണ്. അതുകൊണ്ട് അത് റീഫണ്ടബിൾ അല്ല. ക്ലിയർ? അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് 3600 രൂപയാണ്. 3600 രൂപ 1000 രൂപ വീതമുള്ള 3 മാസ തവണകളായും 600 രൂപയുടെ 4ാമത്തെ മാസ തവണയായും അടച്ചാൽ മതി. നിങ്ങളോട് പക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക 1200 രൂപ വെച്ച് അടക്കാനായിരിക്കും. അങ്ങനെ വേണ്ട, 1000 രൂപയുടെ 3 മാസ തവണകൾ പ്ലസ്
600 രൂപ പ്ലസ് 600 രൂപ 4ാമത്തെ മാസം. അങ്ങനെ ആണ് ഈ 3600 രൂപ അടക്കേണ്ടത്. ഓക്കെ, ആ 3600 രൂപ നിങ്ങൾ ഒരുമിച്ചാണ് അടക്കുന്നതെങ്കിൽ വൺ ടൈം സെറ്റിൽമെന്റിന്റെ ഒരു ഓഫർ ഉണ്ട് നമുക്ക്. ഓക്കെ, ഒരുമിച്ചാണ് നിങ്ങൾ 3600 രൂപ അടക്കുന്നതെങ്കിൽ നിങ്ങൾ 3600 അടക്കണ്ട, 3300 അടച്ചാൽ മതിയാകും. 3300 അടച്ചാൽ മതിയാകും. ഓക്കെ, അതിൽ 300 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഇനി അതല്ല മാസമാണ് അടക്കുന്നത് എങ്കിൽ നിങ്ങളെ അത് ഓർമ്മിപ്പിക്കുന്നതിനും അത് വിളിക്കുന്നതിനും നിങ്ങൾ എത്രാം തീയതിക്കുള്ളിലാണ് ഫീസ് അടക്കേണ്ടത് എന്ന് പറയുന്നതിനും വേണ്ടി പേയ്മെന്റ് സെക്ഷനിലെ ഒരു PRO നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അവരായിരിക്കും ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസുകളും തരുന്നത്. പേയ്മെന്റ് സെക്ഷനിൽ ഒരു PRO ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസുകൾ തരുന്നത്. അവർ വിളിച്ച് പറയും ഏത് QR കോഡിലാണ് പൈസ അടക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടൊക്കെ പറഞ്ഞു തരും. ഓക്കെ, ഏതെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും ഫീസ് അടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒരു മാസം വന്നാൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങൾ ആ PROയെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടോ നിങ്ങൾ പറയുക, സാർ ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട്, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, ഓക്കെ, എന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്, രോഗാവസ്ഥ കൊണ്ട്, എന്തെങ്കിലും സാഹചര്യം കൊണ്ടൊക്കെ മുടങ്ങിപ്പോയാൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. പക്ഷെ ഫോൺ എടുക്കാതിരിക്കുകയോ മെസ്സേജിന് റിപ്ലൈ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതൊരു നല്ല മാതൃകയായിരിക്കില്ല. നിങ്ങൾ തുറന്നു പറയുക, എനിക്ക് ഈ മാസം അടക്കാൻ പറ്റില്ല, അടുത്ത മാസം ഞാൻ ക്ലിയർ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അന്ന് ഒരു മാസമൊക്കെ പെൻഡിങ് വെച്ചാലും നമുക്ക് ബുദ്ധിമുട്ടില്ലാന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ എല്ലാവരുടെയും കാര്യമില്ല പറയുന്നത്. എന്തെങ്കിലും തക്കക്കേടൊക്കെ വന്നു കഴിഞ്ഞാലേ അവരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, കാരണം നിങ്ങൾ തരുന്ന ഈ ഏറ്റവും നാമമിത്രമായിട്ടുള്ള ഒരു ലാഭം എടുത്തിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ തരുന്ന ഫീസ് വെച്ചിട്ടാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ ദൈനംദിന ചെലവുകൾ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഫീസ് അടക്കാൻ പറ്റാത്ത ആളുകൾ പൊതുവെ റിപ്ലൈ തരാത്ത ഒരു സ്ഥിതി നിലവിൽ തുടരുന്നുണ്ട്. അപ്പൊ അതുണ്ടാകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കി പോകാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അവര് നിങ്ങളധികം ബുദ്ധിമുട്ടിക്കൊന്നുമില്ല. ആദ്യം ഒരു തവണ വിളിച്ച് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അവര് രണ്ടാമതൊരു മെസ്സേജ് ഇടും, അത്രയേ ഉള്ളൂ. ഈ 2 തവണയാണ് അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുള്ളൂ. ആ നിശ്ചിത രീതിക്കാവും ഫീസ് അടച്ചില്ലെങ്കിലാണ് പിന്നെ അവർ റിമൈൻഡർ മെസ്സേജസ് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 4600 രൂപ കൂടാതെ കോഴ്സ് കഴിയുന്ന സമയത്ത് ഒരു 1600 രൂപ എക്സാം ഫീസ് അടക്കേണ്ടതുണ്ട്. അത് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ അടക്കുന്ന പൈസയല്ല, അതും RSBCയിൽ അടക്കുന്ന പൈസയാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഓട്ടോണമസ് ബോർഡിൽ അടക്കുന്ന പൈസയാണ് 1600 രൂപ. ആ 1600 രൂപ എക്സാം ഫീസ് കൂടി കഴിഞ്ഞാൽ ഇത്രയും ഫീസാണ് നിങ്ങൾക്ക് ആയുള്ളൂ. ഓക്കെ, ഇതാണ് ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ആണ്. സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ മുമ്പ് വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവുമല്ലോ ആരെങ്കിലും ഒക്കെ. അങ്ങനെ ആരെങ്കിലും വിളിച്ച് ചോദിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിനകത്ത്? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ അവര് 30,000, 40,000, 50,000, 60,000 രൂപയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗ്ലോബൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ 60,000 രൂപ കോഴ്സ് ഫീസ്, 100% പ്ലേസ്മെന്റ് എന്നൊക്കെ പറയാറുണ്ട്. അവിടെയാണ് നമ്മൾ ഈ 3600 രൂപയ്ക്ക് കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. അങ്ങനെ കടന്നു വരുമ്പോൾ ഈ പോസ്റ്റർ ആദ്യമായി നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യം എന്താണ്? ഇത്രയും കുറഞ്ഞ ഫീസിൽ ഇങ്ങനെ കോഴ്സ് പഠിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോഴേ നിങ്ങൾക്ക് ആദ്യമായി നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യം എന്താണെന്ന് ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. കമോൺ ഗൈസ്. ഇത്ര കുറഞ്ഞ ഫീസിന് എന്താ ആലോചിച്ചത് ആദ്യം? അപ്പൊ മനസ്സിൽ ലഡു പൊട്ടിയാണോ ചെയ്തത്? അങ്ങനെ നിങ്ങൾക്ക് തോന്നിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇത്രയും കുറഞ്ഞ ഫീസിന് ഒരു സ്ഥാപനം ഈ കോഴ്സ് പഠിപ്പിക്കുന്നു. ആ കോഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് ഇത് തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. മനസ്സിലായി? കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനത്തെ ഒരു ഫീസിൽ പഠിപ്പിക്കുന്ന വേറൊരു സ്ഥാപനം ഇല്ലാന്ന്. അതല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കണം യോമാരിക്ക് ഈ സ്ഥാപനം നടത്തുന്നവന്മാർക്ക് ഉച്ചപ്പരാന്നാണെന്ന് വിചാരിക്കണം. ഇത്രയും കുറഞ്ഞ ഫീസിന് എങ്ങനെയാണ് ഈ കോഴ്സ് കൊടുക്കാൻ പറ്റുന്നത്? ഞങ്ങളുടെ എല്ലാ കോഴ്സുകളും അങ്ങനെയാണ്. ഒരു പക്ഷേ ഈ ക്ലാസ്സിനകത്ത് നമ്മുടെ വേറെ ഏതെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കാം. 1.5 ലക്ഷം രൂപക്ക് പഠിപ്പിക്കുന്ന കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ PG കോഴ്സ്. നമ്മളിപ്പോ പഠിപ്പിക്കുന്നത് 14,600 രൂപയ്ക്കാണ്. മോണ്ടിസോറിയുടെ PG കോഴ്സ് 1.25 ലക്ഷമാണ്. നമ്മൾ പഠിപ്പിക്കുന്നത് 13,600 രൂപയ്ക്കാണ്. മോണ്ടിസോറിയുടെ ഡിപ്ലോമ കോഴ്സിന് 30,000 രൂപ തുടങ്ങി 80,000 രൂപ വരെ ഫീസ് വാങ്ങുന്നുണ്ട്. നമ്മൾ മേടിക്കുന്നത് 9,000 രൂപയാണ്, 9,000 റുപ്പീസ്.
നമ്മുടെ എല്ലാ കോഴ്സുകളും അങ്ങനെയാണ്. ഏറ്റവും കുറഞ്ഞ ഫീസിനകത്ത് ഏറ്റവും സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും മികച്ച ഗുണനിലവാരത്തോടെ. ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. ഓക്കെ, ലക്ഷം ലക്ഷം പിന്നാലെ. അതുകൊണ്ടാണ് നമ്മുടെ പിന്നാലെ ലക്ഷം ലക്ഷം വരുന്നത്. നിങ്ങൾ ജാതിയിലൊക്കെ കണ്ടിട്ടില്ലേ മുദ്രാവാക്യം വിളിക്കുന്നത് ലക്ഷം ലക്ഷം പിന്നാലെ? അതുപോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ സ്മാർട്ട് ശ്രീ വിരിച്ചിട്ട നടപ്പാതയിലൂടെ കടന്നു വന്നുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ജോലി എന്ന് പറയുന്ന വലിയ സ്വപ്നം നേടിക്കൊണ്ട് തലയുയർത്തി പിടിച്ചുകൊണ്ട് അഭിമാനത്തിന്റെ നിമിഷങ്ങളെ അവരുടെ ഇടനെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് അവർ നമ്മളോടൊപ്പം ചേർന്ന് ഈ കോഴ്സൊക്കെ ചെറിയ ഫീസിൽ പഠിപ്പിച്ചതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ 4600 രൂപക്കാണ് നമ്മൾ ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. ഈ വില കുറഞ്ഞ രീതിയിൽ, ഫീസ് കുറഞ്ഞ രീതിയിലുള്ള ഒരു സാധനം പഠിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതിൽ എന്തൊക്കെ തോന്നാം? നിങ്ങൾ വഴി കൂടെ പോകണം, വഴി കൂടെ നടന്നു പോകണം. മറിയാമ്മച്ചേർത്ത് ചാള വിൽക്കാനിട്ടാക്കിയാണ്. ചാള കിലോ 20 രൂപ. തൊട്ടപ്പുറത്ത് സുബ്രഹ്മണ്യൻ ചേട്ടൻ ചാള 100 രൂപ കിട്ടും. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? കമോൺ ഒന്ന് പറഞ്ഞേ. സുബ്രഹ്മണ്യൻ ചേട്ടന് 100 രൂപക്ക് ചാള വിൽക്കണമെന്ന്, തൊട്ടിപ്പുറത്ത് മറിയാമ്മച്ചേടത്ത് 20 രൂപ കിട്ടണം. എന്ത് തോന്നും? ചാളക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. ഏത് ചാളക്ക്? മറിയാമ്മച്ചേടത്ത് വിൽക്കുന്ന ചാളക്ക് എന്തോ കുഴപ്പമുണ്ട്, അത് ചീഞ്ഞ ചാളയാണ് അല്ലേ? അങ്ങനെയാ തോന്നുക അല്ലേ? പക്ഷെ കാഴ്ചത് രണ്ടും ഒന്നാണ്. കാഴ്ചത് രണ്ടും ഒന്നാണ്. അപ്പൊ എന്ത് തോന്നും? അപ്പൊ തോന്നാവുന്ന ഒരൊറ്റ കാര്യം, ഈ ചാള ഒരു പോയി വറുത്തതില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. അപ്പോ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കോഴ്സിനകത്തെ നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഫീച്ചർ പരമപ്രധാനമാണ്. ഫീസ് കുറവ് എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരും വിചാരിക്കുക സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണ്, കുറുക്ക് തോണ്ടി തിന്നാൻ പറ്റുന്ന ഒരു പേപ്പർ കഷ്ണമായിരിക്കും അത് എന്ന് തെറ്റിദ്ധരിച്ചു പോയേക്കാം. നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഫീച്ചേഴ്സ് 6-8 ഫീച്ചേഴ്സ് ഉണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ നമ്മുടെ സ്റ്റുഡന്റ് കൗൺസിലർമാര് പറഞ്ഞു തന്നിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്? ഉണ്ടോ? സർട്ടിഫിക്കറ്റ് കൗൺസിലിന്റെ പേരറിയാമോ? ഞാനിപ്പോ തന്നെ 2 വട്ടം പറഞ്ഞു ആ പേര്. കമോൺ, അറിയൂല? എവിടെ? ഉഷാറില്ല. GCDL ഒറ്റ വെച്ചാലും ഞാൻ GCD എന്ന് പറയുന്നത് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി. കൊച്ചിനെ ഡെവലപ്പ് ചെയ്യാനുള്ള അതോറിറ്റിയുടെ പേരാണ് GCDA. പക്ഷെ ആ ഉത്തരം പറയാൻ കാണിച്ച മനസ്സിന് അഭിവാദനങ്ങൾ. RSDCA എന്നാണ്. RSDCA റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ടൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കുക. RSDCA എന്തൊക്കെയാണ് സർട്ടിഫിക്കറ്റിന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ഫീച്ചർ, അത് സെൻട്രൽ ഗവൺമെന്റ് ഓതറൈസ്ഡ് ഓട്ടോണമസ് ബോഡിയാണ്. കേന്ദ്ര സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ISO സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു സ്ഥാപനമാണ്. മൂന്നാമത്തെ ഫീച്ചർ എന്താണ്? അത് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയ സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഇന്ത്യൻ എംബസി? അറിയോ? ഇന്ത്യൻ എംബസി ഇന്ത്യയിലെ പൗരന്മാർ ഇന്ത്യക്കകത്ത് നിന്ന് വിദേശത്തേക്ക് ടൂറിന് പോകുന്നു, വിദ്യാഭ്യാസത്തിന് പോകുന്നു, ജോലിക്ക് വേണ്ടി പോകുന്നു, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയാലും അവരുടെ ഔദ്യോഗിക കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്ഥാപനമാണ് ഇന്ത്യൻ എംബസി. ആ ഇന്ത്യൻ എംബസിയാണ് ഇന്ത്യയിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ മൂന്നാമത്തെ ഫീച്ചറായി. ഒന്നാമത്തേത് സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃത അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി. രണ്ടാമത്തേത് ISO സർട്ടിഫിക്കറ്റ് ബോഡി. മൂന്നാമത്തേത് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. നാലാമത്തേത് MOFA അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അല്ലെങ്കിൽ MIA അറ്റസ്റ്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്നുകൂടി പറയാറുണ്ട്. MIA അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അഞ്ചാമത്തേത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾ SSLCയും +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇവിടെ പോയിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയിട്ട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനകത്ത് പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഓൺലൈൻ വെരിഫിക്കേഷൻ? അറിയോ ആർക്കെങ്കിലും? ഓൺലൈൻ വെരിഫിക്കേഷൻ എന്താണ്? தெரியாதா? അറിയില്ല. ഓൺലൈൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, നമ്മുടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗ്ലോബൽ
അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടി. നിങ്ങളുടെ വകയില ഒരു അളിയൻ പെട്ടെന്ന് നിങ്ങൾക്ക് മാൾട്ടയിലോട്ടൊരു അവസരം, ഓസ്ട്രേലിയയിലോട്ടൊരു അവസരം, അമേരിക്കയിലോട്ടൊരു അവസരം നിങ്ങൾക്ക് തരയാണ്. ഒരു ജോലി അവിടെ നേടി അതിനു വേണ്ടി ഒരു ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി സർട്ടിഫിക്കറ്റ് പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. 3 സായിപ്പന്മാരാണ് ഇരിക്കുന്നത്. ഈ സായിപ്പ് ഈ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ മേടിച്ചിട്ടൊന്ന് നോക്കും. നിങ്ങളുടെ മുഖത്തോട്ടും സർട്ടിഫിക്കറ്റിലോട്ടും നോക്കി. സർട്ടിഫിക്കറ്റിലോട്ട് നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റിന്റെ സൈഡിലായിട്ട് ഒരു QR കോഡ് ഉണ്ടാകും. ഒരു QR കോഡ് ഉണ്ടാകും. ആ QR കോഡ് ആ സായിപ്പ് ആ ഇന്റർവ്യൂ ബോർഡിലെ ആ ഡയറക്ടർ അവിടെ ഇരുന്ന് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിലേക്കാണ്. ആ വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്തുള്ള ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും. ആ സീരിയൽ നമ്പർ 2255. ആ സീരിയൽ നമ്പർ നിങ്ങൾ ആ ഇന്റർവ്യൂവിലെ ആ ബോർഡംഗം ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിൽ വെബ്സൈറ്റിൽ ചെന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ, ബിന്ദിയുടെ ഫോട്ടോ, അഷ്റഫിന്റെ ഫോട്ടോ, ദിവ്യ, ജിത, ജ്യോതി, അശ്വതി, ബിന്ദുജ, ഉനൈസ, ആന്റണി, നഫ്രിയ, ഇത്രയും പേരൊക്കെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ ആ വെബ്സൈറ്റിൽ കാണാന്ന്. സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റില്ലേ, അതിനകത്ത് നിങ്ങൾക്ക് കാണുവാനായി സാധിക്കും. അവർക്ക് കാണുവാനായി സാധിക്കും. ഈ കോഴ്സ് എത്ര നാളാണ് ചെയ്തത്, ഏത് കാലാവധിയിലാണ് ചെയ്തത്, എത്ര മാർക്ക് വാങ്ങിയാണ് പാസ്സായത്, നിങ്ങളുടെ അക്കാദമിക് പെർഫോമൻസ് എന്തായിരുന്നു, മാർക്ക് എങ്ങനെയായിരുന്നു. വിനീതയുടെ പേര് പറഞ്ഞില്ല, സോറി വിനീത. വിനീതയുടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ, എങ്ങനെ വിനീതയുടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ കൂടി ഉണ്ടാവും. പ്രശ്നം എന്നറിയോ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആ സായിപ്പ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോട്ടോയിലെ അത് ചിരിച്ചുകൊണ്ടായിരിക്കണോണ്ടോ. നിങ്ങൾ ബലം പിടിച്ചുകൊണ്ട് നിന്ന് മറ്റേ സിനിമ ഉണ്ടല്ലോ വടക്ക് നോക്കി യന്ത്രത്തില ശ്രീനിവാസന്റെ തളത്തിൽ ദിനേശൻ പാർവതിയുടെ ഒപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കൂലേ, അതുപോലെ ബലം പിടിച്ചിരിക്കുന്ന ഫോട്ടോ എങ്കിലും ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോ സായിപ്പിൽ കാണാൻ പറ്റൂല കേട്ടാ. നിങ്ങൾ ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോയാണ് സർട്ടിഫിക്കറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ കിട്ടും. പോരെ വിനീതേ, അത്രയും നന്നായി ഞാൻ വിനയത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഓക്കെ, റൈറ്റ്, ശരി. അപ്പോ നിങ്ങൾക്കപ്പോ നമ്മുടെ ഏത് ലോകരാഷ്ട്രങ്ങളിൽ എവിടെ ചെന്നാലും ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത പരിശോധിക്കുന്നതിനുള്ള സംഭവമാണ് ഈ ഓൺലൈൻ വെരിഫിക്കേഷൻ. അത് അതിനകത്ത് അവൈലബിൾ ആണ്. അടുത്തത് 80ഓളം ലോകരാഷ്ട്രങ്ങളുടെ അപ്പോസ്റ്റിൽ അറ്റസ്റ്റേഷൻ. UAE ചെന്നു, ഓക്കെ, ദുബായ്, ബഹ്റൈൻ, ഷാർജ, ഒമാൻ, മസ്കറ്റ്, വേണ്ട അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ജർമ്മനി, ചൈന, എവിടെ ചെന്നാലും അവിടെ എല്ലായിടത്തും നിങ്ങൾ പത്രത്തിലെ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ത്യയും റഷ്യയും തമ്മിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഉടമ്പടി ഒപ്പിട്ടു. വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ദൃശ്യം 3 റിലീസ് ആവുന്നത് മാത്രം നോക്കിയിട്ട് പടം അടച്ചു നോക്കോ? അങ്ങനെയാ മിക്കവാറും പത്രത്തിലുണ്ടാവും. ഇന്ത്യയും ജപ്പാനും തമ്മിൽ ആണവ മേഖലയിൽ ഉടമ്പടി ഒപ്പിട്ടു. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ത്യയുമായി ഒപ്പിട്ടിട്ടുള്ള 80ഓളം ലോകരാഷ്ട്രങ്ങളുണ്ട്. ആ ലോകരാഷ്ട്രങ്ങളുടെ അപ്പോസ്റ്റിൽ അറ്റസ്റ്റേഷൻ നമ്മുടെ സർട്ടിഫിക്കറ്റിന് കിട്ടുന്നു. 3600 രൂപയ്ക്കാണ് നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്നതെങ്കിലും 3,60,000 അല്ല 36 ലക്ഷത്തിന്റെ വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാർ ചെയ്ത് തരുന്നത്. ഓക്കെ, ഇന്ത്യക്കകത്ത് 2-3 സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ പേര് നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മയിൽ ഉണ്ടോ? പോട്ടെ, നിങ്ങൾ ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ പേരുകൾ നിങ്ങൾക്ക് അറിയോ? കമോൺ ഗൈസ്, പേരറിയോ ഏതെങ്കിലും? എന്താണ് അയ്യോ ഇതാണെന്ന് കൂട്ടിയത്. ഞാൻ പറയാം, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിൽ നിങ്ങൾ മറന്നുപോയതാണ്. BSS കേട്ടിട്ടില്ലേ നിങ്ങൾ? ഭാരത് സേവക് സമാജ് ഇല്ലേ? അടുത്തത് NCVRT, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് സെന്റർ, കേട്ടിട്ടില്ലേ? അപ്പൊ അതുപോലത്തെ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡികളാണ് അതൊക്കെ. അതുപോലത്തെ സർട്ടിഫിക്കേഷൻ മേഖലയിലെ 3ാമത്തെ സ്ഥാപനമാണ് RSDCA, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. ഓക്കെ, ഇതാണ് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്. അപ്പൊ സർട്ടിഫിക്കറ്റിന്റെ ഭാഗമായി ഇനി അടുത്ത ചോദ്യം
നിങ്ങൾക്ക് വിദേശത്തേക്കാണ് ജോലിക്ക് പോകേണ്ടത്. വിദേശത്തേക്ക് ജോലിക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നാട്ടിലെ ഉത്സവം കാണാനോ പള്ളിപ്പെരുന്നാൾ കാണാനോ മസ്ജിദുൽ ഉറൂസ് കാണാനോ പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് പാരീസിലും ലണ്ടനിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോകാനാണ് താല്പര്യം. അപ്പോ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് അത്. കോഴ്സിനോടൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അല്ല. സൗജന്യമായി ഈ കോഴ്സിനോടൊപ്പം കിട്ടില്ല. വിദേശത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് കഴിയുന്ന സമയത്ത് നിർബന്ധമായും ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ മേടിച്ചു വെക്കണം. അതല്ലാതെ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നാൽ കിട്ടിയെന്ന് വരൂല. ഓക്കെ, ആ സർട്ടിഫിക്കറ്റിന്റെ പേര് SDC കാനഡ സർട്ടിഫിക്കറ്റ് എന്നാണ്. സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഓഫ് കാനഡ എന്ന് പറയുന്ന 140ഓളം ലോകരാഷ്ട്രങ്ങളിലെ തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക വക്താവായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് SDC കാനഡ. ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണത്. ആ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതിന് പ്രത്യേകം പേയ്മെന്റ് ഉണ്ട്. അതിന് 1600 രൂപ നിങ്ങൾ പ്രത്യേകമായി അടക്കണം. എല്ലാവരും വാങ്ങണ്ട കേട്ടോ. ഇനി ആരും വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞതാണ് നിങ്ങളടുത്ത്. നിങ്ങളുടെ അറിവിൽ തലച്ചോറിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വിദേശത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർ മാത്രം മേടിച്ചാൽ മതിയാകും, അല്ലാത്തവർ വാങ്ങണ്ട. ഓക്കെ, ഇത് നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. അതിന് 1600 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഇതിന് വാങ്ങേണ്ടതില്ല. ടെക്സ്റ്റ് ബുക്ക് സൗജന്യമായി PDF ആയി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് PDF ആയി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്ലിയർ? ഈ എക്സാമിന്റെ കാര്യം, എക്സാം പിന്നെ എങ്ങനെയാ ഉണ്ടാവുക? 4 മൊഡ്യൂളായിട്ടായിരിക്കും നിങ്ങളുടെ എക്സാം. 4 എക്സാമുകളാണ് ഉണ്ടാവുക. കോഴ്സ് കഴിയുന്ന സമയത്ത് ഒരു മോഡൽ എക്സാം ഉണ്ടായിരിക്കും. 2 മാസം കഴിയുമ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മൊഡ്യൂൾ എക്സാം ഉണ്ടായേക്കാം. ഓക്കെ, അത് കൂടാതെ കോഴ്സ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഓൺലൈൻ വഴിയാണ് എക്സാം നടത്തുന്നത്. നമ്മൾ ഓൺലൈൻ എക്സാം ആണ് നമ്മൾ ചെയ്യുന്നത്. ഓൺലൈൻ എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നോ തൊഴിലിടത്തിലിരുന്നോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ മറ്റിടങ്ങളിലിരുന്നോ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഏറ്റവും മികച്ച, ഏറ്റവും സ്ട്രെങ്തൻ ആയിട്ടുള്ള നെറ്റ് കവറേജ് ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എക്സാം എഴുതുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് ഡ്രോപ്പ് ആകാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം എന്ന് പറഞ്ഞപ്പോ മനസ്സിൽ ഒരു സന്തോഷം വിടർന്നോ? നിങ്ങൾ സാർ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് എക്സാം എഴുതാലോ, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ തുറന്നു വെച്ചിട്ട് എഴുതാലോ, അങ്ങനെ ഉണ്ടോ? ഇല്ല, തുറന്നു വെച്ചിട്ട് എഴുതൂല. തുറന്നു വെച്ചിട്ട് എഴുതാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ നിങ്ങളുടെ നാശത്തിന്റെ ആരംഭമാണ്. എന്താണെന്നറിയോ? നിങ്ങളുടെ വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന്റെ വീഡിയോ, ആ ലൈവ് സ്ട്രീം വീഡിയോ റെക്കോർഡഡ് ആണ്. ആ റെക്കോർഡഡ് വീഡിയോ ആണ്. അത് കൂടാതെ RSDCയുടെയും SDC കാനഡയുടെയും 2 ഇൻവിജിലേറ്റർമാർ, 2 ഷാഡോ ഇൻവിജിലേറ്റർമാർ കൂടി ആ എക്സാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ നമ്മുടെ മനുഷ്യർക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? ഒരു പഴഞ്ചൊല്ലിലൂടെ കേരളത്തിൽ പറയുന്നുണ്ട്. അതെന്താ? മുഖം മനസ്സിന്റെ എന്താണ്? എന്താ കാരണം? മനസ്സിലുള്ള സാധനം മുഖത്ത് പ്രതിഫലിക്കും. നമ്മൾ എന്തെങ്കിലും കള്ളത്തരം ചെയ്യാൻ പോയാൽ നമ്മുടെ മാനറിസത്തിനകത്ത്, നമ്മുടെ ശരീര ഭാഷയ്ക്കകത്ത്, നമ്മുടെ ബോഡി ലാംഗ്വേജിനകത്ത് വലിയ മാറ്റം വരുന്നു. അതുവരെ ഉണ്ടായിരുന്ന കണ്ണുകളായിരിക്കൂല നമ്മുടെ കണ്ണുകൾ, അതുവരെ ഉണ്ടായിരുന്ന മുഖമായിരിക്കില്ല എന്ന്. ആ മുഖത്തിന്റെ ഒരു ഭാവമാറ്റമൊക്കെ വരും. ഇതൊക്കെ അവിടെ അയ്യോ ഇതേ ഒന്ന് മ്യൂട്ട് ചെയ്തേടാ. അപ്പോ അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്ബിഹേവിങ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ എക്സാമിൽ നിന്ന് ഡീബാർ ചെയ്യുന്നതാണ്. അപ്പൊ ഈ കോഴ്സിൽ അടച്ച പൈസ വെറുതെ പോകും നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് തെറ്റായ ഒരു രീതികളും ആരും പിന്തുടരാനായിട്ട് പാടില്ല. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇതുവരെ പഠിച്ചിട്ടുള്ള ഒരാളും അങ്ങനെ തോറ്റുപോയിട്ടില്ല. വേറെ തെറ്റായിട്ടുള്ള രീതികൾ ചെയ്തിട്ടുമില്ല. നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് നിങ്ങളുടെ പ്രൊഫൈല് കണ്ടാൽ അറിയാം. നിങ്ങളുടെയൊക്കെ പേര് വിനീത, വിനയമുള്ള ആള്, ബിന്ധ്യ, അഷ്റഫ്, ദിവ്യ, ബിന്ദുജ, ഷിബിന, എല്ലാവരും നല്ല കുട്ടികളാണ് അല്ലേ? നിങ്ങൾ തെറ്റൊന്നും ചെയ്യില്ലാന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറഞ്ഞു വെച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എക്സാമിന്റെ കാര്യം കഴിഞ്ഞു. പിന്നെ എന്ത് കഴിഞ്ഞു? സർട്ടിഫിക്കറ്റിന്റെ കാര്യം കഴിഞ്ഞു, ഫീസിന്റെ കാര്യം കഴിഞ്ഞു, പിന്നെ ഏതാണ്, ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം കഴിഞ്ഞു. ഏറെക്കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. സാധാരണ 2 മണിക്കൂർ എടുത്താണ് നമ്മൾ ഈ ക്ലാസ്സുകൾ നയിക്കുന്നത്.
വേറെ കുറച്ച് പ്രോഗ്രാംസ് കൂടി ഉള്ളതിന്റെ പേര് വളരെ ചുരുക്കിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എക്സാം എത്ര മാർക്കിന്റെ ആയിരിക്കും? അത് നല്ല സംശയമാണ്. എക്സാം 60 ആകെ ഒരു പേപ്പറിന് 100 മാർക്കാണ്. ടോട്ടൽ മാർക്ക് 100 മാർക്ക്. 100 മാർക്ക് വീതമുള്ള 4 മൊഡ്യൂളുകൾ 400 മാർക്ക്. അതിനകത്ത് നിങ്ങൾക്ക് 60 മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത്. 60 ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും എക്സാം നടക്കുന്നത്. ഒരു ചോദ്യം 4 ഉത്തരം, ഒരു ചോദ്യം 4 ഉത്തരം. ആ ഉത്തരത്തിൽ നിന്ന് ഏതെങ്കിലും അറിയാവുന്ന ഒരു ഉത്തരം വിനീത് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് അതുപോലെ അറിയാവുന്ന ഒരു ഉത്തരം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, അവസാനം സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ചോദ്യത്തിന് 1 മാർക്കായിരിക്കും ലഭിക്കുക. അപ്പൊ എങ്ങനെയാണ് സാർ ഈ 100 മാർക്ക് തെളിയുന്നത്? ഒരു ഡൗട്ട് വന്നില്ലേ? ഒരു പരീക്ഷയ്ക്ക് 100 മാർക്കാണ് ആകെ വരുന്നത്. അതിൽ 60 മാർക്കിന്റെ ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ആ 60 മാർക്കിൽ നിങ്ങൾക്ക് 60 മാർക്കും കിട്ടിയെന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ അക്കാദമിക് മാർക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞുള്ള 100 മാർക്കിൽ ബാക്കി 40 മാർക്കും കൂടി നിൽക്കണില്ലേ, അതിനെയാണ് നമ്മൾ ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത്. അക്കാദമിക് മാർക്കും ഇന്റേണൽ മാർക്കും കൂടി ചേരുന്നതാണ് നിങ്ങളുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. ഇന്റേണൽ മാർക്കിന്റെ മാനദണ്ഡങ്ങൾ എന്താണ്? ഇന്റേണൽ മാർക്കിന് ഒരു മാനദണ്ഡവും ഇല്ല. നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ കയറിയില്ലേ? വേണ്ടാന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് കുറയില്ല. ഓക്കെ, മൊഡ്യൂൾ എക്സാം എഴുതിയില്ലേ? വേണ്ട, മെയിൻ എക്സാം മാത്രം എഴുതിയാലും മതി. എന്താണെന്ന് വെച്ചാൽ ഈ 60 മാർക്കിൽ 60 മാർക്ക് നിങ്ങൾ മേടിച്ചാൽ 40 മാർക്ക് നിങ്ങൾക്ക് ഇന്റേണൽ മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് 100 മാർക്ക് ആകെ കിട്ടി. അതല്ല, 60 മാർക്കിന്റെ പകുതി 30 മാർക്കാണ് നിങ്ങൾ അക്കാദമിക് മാർക്കായിട്ട് എഴുതി വാങ്ങുന്നത് എങ്കിൽ ഇന്ത്യൻ മാർക്കിന്റെ ടോട്ടൽ 40 മാർക്കാണ്. അപ്പൊ 40 മാർക്കിന്റെ പകുതി 20 മാർക്ക് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കായിട്ട് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യും. എത്ര മാർക്കാണോ നിങ്ങൾ അക്കാദമിക് മാർക്കായിട്ട് സ്കോർ ചെയ്യുന്നത് ആ പെർസെന്റേജിൽ, ആ അനുപാതത്തിലായിരിക്കും ഇന്ത്യൻ മാർക്കും ജനറേറ്റ് ചെയ്യപ്പെടുക. ക്ലിയർ? അങ്ങനെ 100 മാർക്ക് വീതമുള്ള 4 മൊഡ്യൂളുകൾ 400 മാർക്കിലായിരിക്കും നിങ്ങൾക്ക് ഡിപ്ലോമയുടെ എക്സാം നടക്കുക. ക്ലിയർ? ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത 3 ഭാഗങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ് ഇവിടെ പരിസമാപ്തി. എത്ര ടൈം ആയിരിക്കും എക്സാം വരുന്നത്? 50 മിനിറ്റ് ആയിരിക്കും. 50 മിനിറ്റ്. ഓക്കെ, 50 മിനിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ അടുത്ത ഒരു 3 ഭാഗങ്ങൾ കൂടിയാണ് ഞാൻ ഡിസ്കസ് ചെയ്തത് നിങ്ങളോട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സംശയങ്ങൾ ഓരോരുത്തർക്കായിട്ട് ചോദിക്കാം. ഓക്കെ, അതിൽ ഉള്ള ആദ്യത്തെ കാര്യം പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തേത് ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തേത് കോൺവെക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ അമ്പലപ്പാടത്തും പള്ളിപ്പെരുന്നാളിനൊക്കെ കണ്ടിട്ടില്ലേ? അഭിമന്യ ഗുരുജനങ്ങളെ, കലാസ്നേഹികളെ, അടുത്ത ലൈറ്റ് ഓഫ് ഉൾപ്പെടുന്ന ഒരു രംഗത്തോടു കൂടി നാടകം അവസാനിക്കുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? അനൗൺസ്മെന്റ് ഇല്ലേ? ഓക്കെ, എന്റെ വീടിനടുത്തൊരു പള്ളിയുണ്ട്. അവിടെ കുറെ ചേട്ടന്മാരുണ്ട്. ആ ചേട്ടന്മാരിൽ കുറെ പേര് നാടകത്തിൽ അഭിനയിക്കുന്ന ആളുകളുണ്ട്. അപ്പോ അതിന്റെ അടുത്തുള്ള ഒരു ചേട്ടനുണ്ട്, തോമസ് ഏട്ടൻ നാടകത്തിൽ അഭിനയിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നാടകത്തിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ പുള്ളിയുടെ മുഖത്ത് ആകെ ഒരൊറ്റ ഭാവമാണ് വിരിയുള്ളൂ. പുള്ളിയുടെ സ്വതസിദ്ധമായ ഭാവം മാത്രം വിരിയുള്ളൂ. നവരസങ്ങളൊന്നും വിരിയൂലെന്ന് മനസ്സിലായി. അപ്പോ നാടകത്തിൽ ഈ ചേട്ടൻ എടുക്കൂല. പക്ഷെ ആ ചേട്ടന്റെ ദീർഘനാളത്തെ തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ്. അങ്ങനെ ഈ ചേട്ടൻ ഈ പള്ളിയിൽ അച്ഛനടുത്തത്, അച്ചോ എനിക്ക് ഈ പെരുന്നാളിന് മറ്റവര് അവതരിപ്പിക്കണം നാടകത്തില് ഒരു നാടകക്കാരനാകണം. അച്ഛന് തോമസ് ഏട്ടനെ തള്ളിക്കളയാൻ പറ്റൂല. അച്ഛനിടയ്ക്കിടയ്ക്ക് പള്ളിയിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ തോമസ് ഏട്ടനെ സഹായത്തിന് വിളിക്കുന്നതാണ്. അങ്ങനെ അച്ഛൻ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതി. അച്ഛൻ എഴുതിയ റെക്കമെൻഡേഷൻ ലെറ്റർ ഇതായിരുന്നു: പ്രിയമുള്ള നൈപുണ്യ ആർട്സ് ക്ലബ് ഭാരവാഹികൾ അറിയുന്നതിന് സെന്റ് മേരീസ് ചർച്ചിലെ പള്ളി വികാരി എഴുതുന്നത്, ഈ കത്തുമായി വരുന്ന തോമസ് ചേട്ടനെ നാടകത്തിലെ കുന്തക്കാരനായി നിർത്തണമെന്ന് അപേക്ഷിക്കുന്നു. അതിലുണ്ടായ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഈ ലെറ്റർ ഈ നൈപുണ്യ ആർട്സ് ക്ലബിന്റെ സെക്രട്ടറി വായിച്ചു. അപ്പൊ നോക്കിയപ്പോ എന്താണ്, കുന്തക്കാരനാണ്. തോമസ് ഏട്ടന്റെ ആഗ്രഹം നടന്നു നാടകത്തിൽ അഭിനയിക്കാൻ. നാടകം തുടങ്ങി അവസാനം വരെ രാജാവൊക്കെ ഉള്ള ഒരു സംഭവമാണ് നാടകം. അപ്പോ നാടകം തുടങ്ങി അവസാനം വരെ കുന്തക്കാരനായിട്ട് തോമസ് ഏട്ടൻ സ്റ്റേജിലുണ്ട്. ഫുൾ ടൈം സ്റ്റേജിൽ ഹീറോനേക്കാളും കൂടുതൽ നാടകത്തില് റോളുള്ള ആളായിട്ട് തോമസ് ഏട്ടൻ മാറി. അച്ഛന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛൻ ലെറ്റർ കൊടുക്കാൻ പറഞ്ഞ ലെറ്റർ കൊടുത്ത്
സെക്രട്ടറിക്കും വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം അവര് നാടകത്തിൽ അഭിനയിപ്പിക്കാൻ പറഞ്ഞു, നാടകത്തിൽ അഭിനയിച്ചു. എല്ലാവരുടെയും ആഗ്രഹം നിറവേറി. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. എല്ലാവരുടെയും ആഗ്രഹം നിറവേറി. അതുപോലെ ഈ കോഴ്സിനകത്ത് പഠിച്ച എല്ലാവരുടെയും ആഗ്രഹം നിറവേറുന്ന തരത്തിൽ എല്ലാവർക്കും ജോലി കിട്ടുമോ? ഇതാണ് എന്റെ ചോദ്യം. ഇല്ല. എന്തുകൊണ്ടില്ല? എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് 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 അറിയൂല? എന്തുകൊണ്ടാ കിട്ടാത്തത്? ജോലി കിട്ടാതിരിക്കുന്നതിന് 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. ഒന്നാമത്തെ കാരണം ആ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കാദമിക് ആയിട്ടുള്ള അറിവില്ലായ്മ. ആ മേഖലയിൽ പ്രൊഫഷണൽ അല്ലാതിരിക്കുക. ആ മേഖലയിൽ പ്രൊഫഷണൽ അല്ലാത്ത ഒരാൾക്ക് ആ മേഖലയിൽ ജോലി കിട്ടുമോ? ജോലി കിട്ടൂല. രണ്ടാമത്തെ ഭാഗം, ഈ മേഖലയെ കുറിച്ച് ആഴത്തിൽ അവഗാഹമുണ്ട്. പക്ഷെ ആഴത്തിലുള്ള നമ്മുടെ അറിവ് ഇന്റർവ്യൂ ബോർഡിന് മനസ്സിലാകത്തക്ക രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത നമ്മുടെ കഴിവില്ലായ്മ. ഈ 2 കാരണങ്ങളേ ഉള്ളൂ ജോലി കിട്ടാതിരിക്കാനുള്ള കാരണം. ഈ ലോകത്തിനകത്ത് ലക്ഷക്കണക്കിന് അവസരങ്ങൾ ഉള്ള ഒരു മേഖലയാണ് നിങ്ങൾ ഇന്ന് ചേർന്നിട്ടുള്ള ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗ്ലോബൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. സ്വകാര്യ മേഖലയിലെ ഏത് ഓഫീസുകളിലേക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ കോഴ്സിന്റെ ഭാഗമായി പഠിപ്പിച്ച് നിങ്ങളെ പ്രൊഫഷണൽ ആക്കുന്നത്. എത്ര ചെറിയ ഓഫീസ് ആയിക്കോട്ടെ, എത്ര വലിയ ഓഫീസ് ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും പ്രവർത്തന രീതികൾക്ക് സ്വതസിദ്ധമായിട്ടുള്ള ചില മാതൃകകളും ചട്ടങ്ങളും നിയമങ്ങളും ഉണ്ട്. ആ നടപടിക്രമങ്ങളിലൂടെയാണ് ഒരു ഓഫീസ് മാനേജ് ചെയ്യേണ്ടത്, ഒരു ബിസിനസ് മാനേജ് ചെയ്യേണ്ടത്. ആ രീതികൾ എന്തൊക്കെയാണെന്ന് പ്രൊഫഷണലായി പഠിപ്പിക്കുകയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അതാണെന്ന്. ആ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് സുവ്യക്തമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. പക്ഷെ അത് പഠിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. അത് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. ഓക്കെ, ഞാൻ നിങ്ങളോട് വേറൊരു കഥ പറയാം. എന്റെ വീടിന്റെ അടുത്തുള്ള ശങ്കരൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആ ചേട്ടന്റെ കടയുണ്ട്, പച്ചക്കറി കടയാണ്. ആ പച്ചക്കറി കടയില് ഒരു ദിവസം ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടുന്നു. 1 കിലോ ക്യാരറ്റ് മേടിച്ചാൽ 1 കിലോ ക്യാരറ്റിന് 100 രൂപ. 1 കിലോ ക്യാരറ്റ് മേടിച്ചാൽ 1 കിലോ ബീറ്റ്റൂട്ട് സൗജന്യമായി കിട്ടും. ശ്രദ്ധിക്കണം കേട്ടോ. 1 കിലോ ക്യാരറ്റ് മേടിച്ചാൽ 1 കിലോ ബീറ്റ്റൂട്ട് സൗജന്യമായി ലഭിക്കും. 1 കിലോ ക്യാരറ്റിന് 100 രൂപ. അവിടെ നിന്ന് നമ്മളിങ്ങനെ ടൗണിലോട്ട് വരുമ്പോൾ ടൗണിൽ ഒരു കടയിൽ 1 കിലോ ക്യാരറ്റിന് 50 രൂപ, 1 കിലോ ബീറ്റ്റൂട്ടിന് 50 രൂപ. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് ഇത് രണ്ടും കൂടി കേട്ടിട്ട്? ഒരു സ്ഥലത്ത് 1 കിലോ ക്യാരറ്റ് മേടിച്ചാൽ 1 കിലോ ബീറ്റ്റൂട്ട് ഫ്രീ, അല്ലെങ്കിൽ 1 കിലോ ബീറ്റ്റൂട്ട് മേടിച്ചാൽ 1 കിലോ ക്യാരറ്റ് ഫ്രീ, അതിന് 100 രൂപ കൊടുക്കണം. എന്നാൽ ഇവിടെ വരുമ്പോൾ 1 കിലോ ക്യാരറ്റിന് 50 രൂപ, 1 കിലോ ബീറ്റ്റൂട്ടിന് 50 രൂപ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ? എന്താ പറഞ്ഞേ? രണ്ടിന്റെയും കൂടെ വെയിറ്റ് ഒരെണ്ണത്തിലെടുത്ത്. അതാണ് രണ്ടും കസ്റ്റമറിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് ഒന്ന് തന്നെയാണ്, ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്, പക്ഷേ പറഞ്ഞ രീതിയിൽ വ്യത്യാസമുണ്ട്. ഇതാണ് 100% പ്ലേസ്മെന്റും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ല? ഒന്നുകൂടി വിശദീകരിക്കും. നിങ്ങളൊരു സ്ഥാപനത്തിലേക്ക് വിളിക്കാണ് കേട്ടോ. അങ്ങനെ വിളിക്കുമ്പോൾ, ഹലോ, ഞാൻ ഇന്ന ആളാണ്, ഇന്ന കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. അങ്ങനെ വിളിക്കുമ്പോൾ എന്താ സംഭവം? അവർ ആദ്യം പറയുന്ന ഒരു വാക്ക് എന്താണെന്നറിയോ? ആദ്യം പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വാർത്ത കാണാറുള്ള ആളുകളല്ലേ? 24-ഉം റിപ്പോർട്ടറും മാതൃഭൂമിയും കൈരളി ടിവിയും ജയ് ഹിന്ദും ഒക്കെ കാണുന്ന ആളുകളല്ലേ? എല്ലാ വാർത്താ ചാനലുകളിൽ ഏറ്റവും കൂടുതൽ ഉള്ള പരസ്യം ഏത് സ്ഥാപനങ്ങളുടെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോ വാർത്താ ചാനലുകളിൽ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളുടെ തന്നെയാണ് കൂടുതലും. ഏറ്റവും കൂടുതൽ പരസ്യം വരുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയാണ്. പരസ്യത്തിന് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ തക്ക ശേഷിയുണ്ടെന്ന്. പരസ്യങ്ങൾക്ക് നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കാനുള്ള ശേഷിയുണ്ട്. മോഹൻലാലിന് ശ്രദ്ധേയമായ ഒരു പരസ്യമില്ലേ? എന്താണത്? വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ? നാട്ടിൽ തേടി നടപ്പൂ. നമ്മൾ ഏതോർക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറഞ്ഞു തരും. പിന്നെ ആണുങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുന്ന ഒരു ചോദ്യമുണ്ട് മോഹൻലാലിന്റെ. വൈകിട്ട് എന്താ പരിപാടി? മോഹൻലാൽ ചോദിക്കാണ്. ഇതിൽ വന്നിട്ടേ
വൈകിട്ട് എന്താ പരിപാടി എന്ന് മോഹൻലാൽ ചോദിക്കുകയാണ്. എല്ലാവരും ജനകീയമായി ഏറ്റെടുക്കുന്ന പരസ്യവാചകങ്ങളാണത്. അതുപോലത്തെ ഒരു പരസ്യവാചകമാണ് ഇത്. നിങ്ങൾക്ക് കേട്ടോട്ടോ. പഠിച്ചിറങ്ങിയാൽ ഉടൻ ജോലി, 100% പ്ലേസ്മെന്റ്. ആഹാ, അടിപൊളി, എന്ത് സുന്ദരമായ സ്വപ്നം. ദാസൻ മറ്റേ വിജയനോട് ചോദിക്കുന്നില്ലേ, എന്താണ് ദാസ നമുക്ക്, വിജയൻ ദാസനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ദാസ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട്. 5 പശുവിനെ മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ടേ നാടോടിക്കാരന് ചോദിക്കണില്ലേ. അതുപോലെ 100% പ്ലേസ്മെന്റ് കൊള്ളാലോ എന്ന് വിചാരിച്ച് നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് വിളിക്കാണ്. 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വിളിക്കുമ്പോൾ അവര് പറയുന്നത് എന്താണെന്നറിയോ? ഹലോ, ആരാണ്? ഞാൻ രാജപ്പൻ ചേട്ടന്റെ മോള് രാജമ്മയാണ് വിളിക്കുന്നത്, ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പോ അവര് പറയും ഓക്കെ, 80,000 രൂപയാണ് ഫീസ്. ഇന്ന് 6,000 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ലോട്ട് ഫ്രീ ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും. 6,000 രൂപ അടച്ചാൽ ഇന്നൊരു സ്ലോട്ട് ഫ്രീ ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും. 100% പ്ലേസ്മെന്റ് ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 100% പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താണ്? ഒന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. കമോ, 100% പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുവോ? ഒന്നും തോന്നൂലേ? നിങ്ങൾ എന്ത് മനസ്സിലാക്കും അതിൽ നിന്ന്? ജോലി ഉറപ്പാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കിയ പോലെ തന്നെ ആ പാവൻ രാജപ്പൻ ചേട്ടന്റെ മോള് രാജമ്മ ചേച്ചിയും മനസ്സിലാക്കി. എന്ത്? ജോലി ഉറപ്പാണെന്ന്. കാതിൽ കിടന്ന കമ്പനി എടുത്ത് പണയം വെച്ച് കൊണ്ടുപോയി കൊടുത്തു, 6,000 രൂപ അടച്ചു, ജോലിക്ക് കയറുന്നു. ഇനി നമുക്ക് സ്വബുദ്ധിയിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാട്ടാ. സ്വബുദ്ധിയിൽ, സ്വന്തം ബുദ്ധിയിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാണ് ആ പറയുന്നതിലുള്ള തട്ടിപ്പ് എന്താണെന്ന്. 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വഞ്ചനാപരമായ ഒരു ഓഫറാണ്, ഫ്രോഡുലന്റ് ആയ ഓഫറാണ്. സ്മാർട്ട് ശ്രീ അങ്ങനെ വഞ്ചനാപരമായ ഒരു ഓഫർ കൊടുക്കാനായി തയ്യാറല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഡ്മിഷൻ വേണ്ട. ഞങ്ങൾ പറയുന്നത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ടാവും. അതിന്റെ ഡിഫറൻസ് എന്താണ്? 100% പ്ലേസ്മെന്റും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും. പറഞ്ഞേ. 100% പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ജോലി ഉറപ്പായിട്ടും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വാങ്ങിത്തരും എന്നുള്ള ഒരു ധ്വനിയാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ജോലി മേടിച്ചു തരുന്നതിനുള്ള സഹായങ്ങൾ ചെയ്തു തരും എന്നാണ്. മനസ്സിലായി? ഈ രാജമ്മന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജോലി മേടിച്ച് 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേ ഈ രാജമ്മയുടെ അക്കാദമിക് മികവ് എന്താണെന്ന് അവർക്കറിയോ? ഐക്യു ലെവൽ എന്താണെന്ന് അറിയോ? പെർഫോമൻസ് ലെവൽ എന്താണെന്ന് അറിയോ? ഒന്നും അറിഞ്ഞൂടാന്ന്. ഒന്നും അറിയില്ലാത്ത ഒരാളോട് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി മാത്രം ബ്ലൈൻഡ് ആയി പറയുകയാണ്. ശങ്കരൻ ചേട്ടൻ നേരത്തെ അവിടെ എഴുതി വെച്ചില്ലേ, കസ്റ്റമറിനെ ആകർഷിക്കാൻ വേണ്ടി 1 കിലോ ക്യാരറ്റ് വാങ്ങിയാൽ 1 കിലോ ബീറ്റ്റൂട്ട് ഫ്രീ. അത് കേൾക്കുമ്പോഴേ കസ്റ്റമറുടെ ഉള്ളിൽ ഒരു കുളിര് കോരും. അങ്ങനെ കുളിര് കോരി കെണിയിലേക്ക് ആകർഷിക്കുന്ന ഒരു പരസ്യവാചകമാണ്. മനസ്സിലായി? നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ അതിമനോഹരമായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യണം, പെർഫോം ചെയ്യണം, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങി പാസ്സാകണം. അങ്ങനെയുള്ള ഒരു ഐക്യു ലെവലുള്ള, അങ്ങനെയുള്ള ഒരു പെർഫോമൻസ് ലെവലുള്ള, അങ്ങനെയുള്ള ഒരു അക്കാദമിക് മികവ് പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിക്കാണ് ജോലി കിട്ടുക. മനസ്സിലായി? അപ്പോ അതിനു വേണ്ടിയിട്ട് എന്താ വേണ്ടത്? അതിനു വേണ്ടിയിട്ട് വേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ കുറെ പേരെങ്കിലും ജീവിതത്തിന്റെ ഒരു വലിയ കാലഘട്ടത്തിൽ അടുക്കള ചൂരൽക്കുള്ളിൽ തളച്ചിടപ്പെട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു കഷ്ടപ്പാടും ദുരിതകാലമൊക്കെ കഴിഞ്ഞ് ചെറിയ മക്കളൊക്കെ ആയിരിക്കും. അപ്പോ വേറെ കോഴ്സൊന്നും പഠിക്കാനൊക്കെ പറ്റാത്ത സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. കരിയറിൽ ഒരു നീണ്ട ബ്രേക്ക് എടുത്തിട്ടുണ്ടാവും. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂത്തുമ്പികളെ പോലെ മാറി നടന്നിട്ടുള്ളവരാണ്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഉത്തരവാദിത്തങ്ങളുടെ പെരുമഴകൾ ആർത്തലച്ച് വന്ന സമയത്ത് പൂത്തുമ്പിയുടെ 2 ചിറകം കട്ടായി പോയി. കുറെ നാൾ പിന്നെ പറക്കാനൊന്നും പറ്റിയില്ലാന്ന്. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, എല്ലാ സ്വപ്നവും തീർന്ന്. ഒരു അച്ഛൻ, അമ്മായിയമ്മ അവർക്ക് പാടില്ല, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. അല്ലെ വാവ വന്നാക്കള് വാവനെ നോക്കണം, ഒരുപാട് ചുമതലകൾ. അടുക്കള ചുമതലകൾക്കുള്ളിൽ തങ്ങളുടെ ജീവിതം തീർന്നു പോകുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് വീട്ടമ്മമാര്. ഓക്കെ, അവരെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ചെറിയ ഫീസിൽ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഉൾപ്പെടെ ഇന്റർവ്യൂവിനകത്ത് പാസ്സാക്കണം. പാസ്സാകാൻ എന്താ വേണ്ടത്? പാസ്സാകാനായിട്ട് ഒറ്റ കാര്യം മതി. പാസ്സാകാനായി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ ഗ്രൂമിംഗ് ക്ലാസ്സുകളുണ്ട്. അത് ഈ കോഴ്സ് കഴിയുന്ന സമയത്താണ് തരുന്നത്. ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ ക്ലാസ്സുകളുണ്ട്. എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടത്, എങ്ങനെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം, അതിന്റെ ഡ്രസ് കോഡ് എന്തായിരിക്കണം, എങ്ങനെയാണ് സല്യൂട്ട് ചെയ്യേണ്ടത്, അഭിസംബോധന ചെയ്ത് സംസാരിച്ച് തുടങ്ങേണ്ടത് എങ്ങനെയാണ്, നമ്മുടെ കൈകൾ എങ്ങനെയാണ് വെക്കേണ്ടത്, നമ്മുടെ ഐ കോണ്ടാക്ട് എങ്ങനെയായിരിക്കണം,
അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ഗ്രൂമിംഗ് ക്ലാസിന്റെ ഭാഗമായിട്ട് എടുത്തു തരുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ ഈ മേഖലയിൽ 10,000-കണക്കിന് ക്ലാസ്സുകൾ അയച്ചിട്ടുള്ള ഷാരോൺ സാറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ ക്ലാസ്സുകൾ അയക്കുന്നത്. ഓക്കെ, അപ്പോ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സെറ്റ് ആവും. ഈ 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനവും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്ന ഞങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണെന്ന്. അവര് ചെയ്യുന്നതേ 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്യുന്നത്, അവരൊരു പ്ലേസ്മെന്റ് സെല്ല് രൂപീകരിക്കും. നമുക്കും ഒരു പ്ലേസ്മെന്റ് സെല്ലുണ്ട്. അവരുടെ പ്ലേസ്മെന്റ് സെല്ല് ഇവിടെയുള്ള വേക്കൻസികൾ ഇങ്ങനെ ഡിഗ് ചെയ്തെടുക്കും. നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലും ഓരോ സ്ഥാപനങ്ങളിലും വിളിച്ചിട്ട് ഈ അവിടുത്തെ ഒഴിവുകൾ ഇങ്ങനെ ഡിഗ് ചെയ്തെടുക്കും. അത് നിങ്ങൾക്ക് ഇട്ടുതരും. ഇന്റർവ്യൂവിന്റെ തീയതി അറിയിക്കും. ഇന്റർവ്യൂവിന്റെ തീയതി അറിയിച്ച് ഇന്റർവ്യൂ സെറ്റ് ആക്കി തരും. അതാണ് അവർ ചെയ്യുന്നുള്ളൂ. അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് 100% പ്ലേസ്മെന്റ് അല്ല, 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോ ഏറെക്കുറെ തീർന്നിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വളരെ സ്പീഡിലാണ് തോന്നുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വ്യക്തതകൾ ഉണ്ടെങ്കിൽ ക്ലാസ് തീരുന്ന സമയത്ത് ചോദിക്കണേ. അടുത്തത് പിന്നെ ഇന്റേൺഷിപ്പാണ്. ഇന്റേൺഷിപ്പ് ഈ കോഴ്സിന് പരമപ്രധാനമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഫീസിനകത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുക്കണം. ഇന്റേൺഷിപ്പ് തരാനായിട്ട് എല്ലാ സ്ഥാപനങ്ങൾക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എന്താണെന്ന് അറിയോ? അത് ഇന്റേൺഷിപ്പ് കൊടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ സ്ഥാപനങ്ങൾക്കും. നിങ്ങൾ ഇന്റേൺഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെന്നാൽ മതി, അവരപ്പം പിടിച്ച് ഇന്റേൺഷിപ്പ് തരും. എന്താ കാരണം? പൈസ കൊടുക്കാതെ പണിയെടുപ്പിക്കാലോ. അതാണ് കാര്യം. മനസ്സിലായ? 5ന്റെ പൈസ കൊടുക്കാതെ പണിയെടുക്കാനായിട്ട് ഒരു ലേബർ അവിടെ കിട്ടിയാണ് അവർക്ക്. 2 മാസം ഇന്റേൺഷിപ്പ് കൊള്ളാം. 2 മാസം ശമ്പളം കൊടുക്കാതെ ഒരാളെ അവിടെ കിട്ടി. ഇതാ സംഭവം. മനസ്സിലായി? ഇന്റേൺഷിപ്പ്. അപ്പൊ അതുകൊണ്ട് ഇന്റേൺഷിപ്പ് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഇന്റേൺഷിപ്പ് കിട്ടാനായിട്ട് ഒരു ഓഫർ ലെറ്റർ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. അതിവിടെ നമ്മുടെ പേയ്മെന്റ് സെക്ഷനിലെ PROമാരോട് പറഞ്ഞാൽ അവരടിച്ച് പ്രിന്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഇതാണ് ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അടുത്ത ഭാഗം, മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് കോൺവെക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾക്കകത്ത്, ജീവിത ദുരിതങ്ങൾക്കകത്ത് നിന്നുകൊണ്ടായിരിക്കാം ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്. ഈ കോഴ്സിന്റെ വിജയം അത് നമുക്ക് ആഘോഷിക്കണ്ടേ? ഒരു വലിയ വേദിക്കകത്ത് നിങ്ങളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഉറ്റവരുടെയും മുന്നിൽ നിന്നുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് വിജയം തുടിക്കുന്ന കണ്ണുകളോടെ, അഭിമാനപൂരിതമായ കവിൾത്തടങ്ങളോടെ, കഴുത്ത് നിവർത്തി, നട്ടെല്ല് നിവർത്തി നിങ്ങൾ ആ വേദിയിലേക്ക് കടന്നു വരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചുറ്റിനും കയ്യടിയാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന്. രോമാഞ്ചം വന്നില്ലേ? ചുറ്റിനും കൈയടിച്ചുകൊണ്ടിരിക്കുക. ആ കൈയടിക്കുന്ന വേളയിൽ ആ 10 വേയിലൂടെ നിങ്ങൾ കോൺവെക്കേഷന്റെ യൂണിഫോമും ക്യാപ്പൊക്കെ അണിഞ്ഞുകൊണ്ട് ആ വേദിയിലേക്ക് കടന്നു വരാണ്. ആ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ വേദിയിൽ വെച്ചിട്ട് നിങ്ങൾ പഠിച്ച് നേടിയെടുത്ത ആ നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം, നിങ്ങളുടെ ആത്മസമർപ്പണത്തിന്റെ ഫലം, ആ സർട്ടിഫിക്കറ്റ്, ആ മൊമെന്റോ, ആ മെഡല് നിങ്ങൾ ആ വേദിയിൽ വെച്ചിട്ട് ഹർഷാരവങ്ങളോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങാണ്. അങ്ങനൊരു മൊമെന്റ് നിങ്ങൾക്ക് വേണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കോൺവെക്കേഷൻ നമ്മൾ സംഘടിപ്പിക്കുന്നതാണ് കേട്ടോ. കോൺവെക്കേഷന് ചെറിയൊരു ഫീസ് വരും. അത് എത്രയാണ് ആ സമയത്ത് പറയാം കേട്ടോ. ചെറിയ ഫീസേ വരുള്ളൂ, അത് ആ സമയത്ത് പറയാം. അപ്പോ അങ്ങനെയുള്ള കോൺവെക്കേഷൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഒരുക്കും. ചില കാര്യങ്ങൾ വിചാരിക്കുന്നുണ്ട് ശരിയാക്കി തരാം. ഞാൻ വന്ന നാളെ തുടങ്ങിയിട്ട് എന്നാ ഒരു വിലയും ഇല്ലാത്തവളായി കണ്ടതാണ്. എന്നെ എന്തിനു കൊള്ളാടി എന്ന് ചോദിക്കുന്ന അമ്മായിയമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് കോൺവെക്കേഷന് ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ നമ്മുടെ ബാച്ചിലേക്കകത്തെ? അപ്പോ അങ്ങനെയുള്ള ഒരു വലിയ മൊമെന്റ്, വലിയൊരു സ്റ്റേജ്, വലിയൊരു വേദി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നതാണ്. അപ്പോ ആ വലിയ വിജയം നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി ഞാൻ അവതരിപ്പിച്ച് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള സംശയങ്ങൾ ചോദിക്കാം. എല്ലാവരുടെയും സംശയങ്ങൾ അവസാനിപ്പിച്ചിട്ട് മാത്രമേ നമ്മൾ ഈ ക്ലാസ്സിൽ വൈൻഡപ്പ് ചെയ്യുകയുള്ളൂ. ഓക്കെ, യെസ്, ചോദിക്കാം. ഈ എക്സാമിന്റെ കാര്യം ഒന്നുകൂടി പറയൂ. എക്സാമിന് എന്ത് കാര്യമാണ് പറയേണ്ടത്? ഏത് ഭാഗമാണ് എക്സാമിൽ? ഏത് ഭാഗത്താണ് ഡൗട്ട് ഉള്ളത്? വിനീത 400 പറഞ്ഞില്ലായിരുന്നോ? അതല്ലേ, ശരി പറയാം. 4 മൊഡ്യൂളാണ് ഉള്ളത്. അത് മനസ്സിലായല്ലോ. ഒരു മൊഡ്യൂളിന് 100 മാർക്കാണുള്ളത്. അത് മനസ്സിലായല്ലോ. അത്രയും ഭാഗം ക്ലിയർ അല്ലേ? ഓക്കെ, 60 മാർക്കാണ് എക്സാമിന് നിങ്ങൾ എഴുതി വാങ്ങേണ്ട മാർക്ക്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന
ഒരു ഒരു സെക്ഷൻ ഒരു വിഷയം. അയ്യോ ഒരു മ്യൂട്ട് ചെയ്ത് വിനീത പ്ലീസ് മ്യൂട്ട്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പേപ്പർ. ആ പേപ്പറിനകത്ത് നിങ്ങൾക്ക് 60 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാക്കുക. 1 മാർക്ക് വീതമുള്ള 60 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 1 മാർക്ക് വീതമുള്ള 60 ചോദ്യങ്ങൾ. ആ 60 ചോദ്യങ്ങളിൽ നിങ്ങള് പിന്നെ 60 മാർക്ക് നിങ്ങൾ എഴുതിയെടുത്തെങ്കിൽ 40 മാർക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കായിട്ട് കിട്ടുന്നു. അതല്ല 60 മാർക്കിന്റെ ഒരു 60%, 70% മാർക്ക് നിങ്ങൾ എഴുതി മേടിച്ചോളൂ. 30% തെറ്റിപ്പോയെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കിന്റെ 70% കിട്ടും. അതായത് 40 മാർക്കാണ് ആ ഇന്ത്യൻ മാർക്ക്. ആ 40 മാർക്കിന്റെ 70% എന്ന് പറയുന്നത് 28 മാർക്ക്. ആ 28 മാർക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ പരീക്ഷയോടൊപ്പം ആഡ് ആകും. അതുപോലെ ഓരോ മൊഡ്യൂളും അങ്ങനെയാണ്. പറഞ്ഞത് മനസ്സിലായി വിനീത? ക്ലിയർ? ഓക്കെ റൈറ്റ്. ഓക്കെ. അടുത്ത ചോദ്യം എന്താണ്? ആരൊക്കെയോ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ മെസ്സേജുകൾ നോക്കും. ഓക്കെ. ടെക്സ്റ്റ് ബുക്ക് ഇല്ല, PDF നോട്ട്സ് അയച്ചു തരും. അത്രേ ഉള്ളൂ, PDF നോട്ട് അയച്ചു തരും. ഓക്കെ. ഈ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞില്ലേ, നമ്മൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ളതാണോ അല്ല എങ്ങനെയാണത്? ക്ലിയർ ആയില്ല. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗ്ലോബൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സാണല്ലോ പഠിക്കുന്നത്. ആ കോഴ്സിന് തിയററ്റിക് പാർട്ടാണല്ലോ ഇവിടെ പഠിക്കുന്നത്. ഇത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണ്ടേ? വനിതാ മാസികയിൽ നിങ്ങൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടി പഠിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണ്ട. ചിക്കൻ കറി വെക്കാൻ വേണ്ടി പഠിച്ചു. 1 കപ്പ് കോഴി, 100 പച്ചമുളക്, 100 ഇഞ്ചി, 100 വേപ്പില. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞതെന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ റെസിപ്പി മുഴുവൻ വായിച്ച് പഠിച്ചിട്ട് ചീനച്ചട്ടി എടുത്ത് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ സംശയം വരുന്നു. എന്താ കാര്യം? നിങ്ങൾ വായിച്ച് പഠിച്ചത് ചിക്കൻ്റെ റെസിപ്പിയാണ്. പ്രാക്ടിക്കലി നിങ്ങൾ അത് ചെയ്തിട്ടില്ല. ചെയ്ത് തുടങ്ങുമ്പോഴാണ് സവാള എന്തോരം നേരം ഇട്ട് വഴക്കണം, തീ എന്തോരം ഇടണം, ഫുൾ സിമ്മിൽ ഇടണോ, ലോ ഫയറിൽ ഇടണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ വരും. അതുപോലെ ഇതിനകത്ത് തിയറി പഠിച്ച് നമ്മൾ പ്രാക്ടിക്കലി ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതിനൊരു പ്രവൃത്തി പരിചയം വേണം, അതിനൊരു അനുഭവ സമ്പത്ത് വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ ഇന്റേൺഷിപ്പിന് കയറണം എന്ന് പറയുന്നത്. ഇന്റേൺഷിപ്പിന് കയറിയാൽ 2 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഗുണം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതോടുകൂടി നിങ്ങൾ ഫ്രഷർ അല്ലാതായി മാറും. രണ്ടാമത്തെ ഗുണം ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നിങ്ങളുടെ വർക്ക് ഡെഡിക്കേഷനും നിങ്ങളുടെ വർക്ക് സ്റ്റൈലും പങ്ക്ച്വാലിറ്റി ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ ചിലപ്പോൾ ജോലി കിട്ടുന്നു. അങ്ങനെയൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ ഈ 2 ഗുണങ്ങളുണ്ട്. അപ്പോ അത് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടുന്നതിന് മുമ്പാണ് കേട്ടോ. ചില ആൾക്കാർക്ക് ഇന്റേൺഷിപ്പ് ഇല്ലാതെ ജോലി കിട്ടാറുണ്ട്. ഇന്റേൺഷിപ്പ് ചെയ്തു വന്നത് ജോലി പരിചയത്തിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ? ഓക്കെ റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർ ആദ്യമേ ടെക്സ്റ്റിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഞാൻ താമസിച്ചപ്പോ അതുകൊണ്ട് ടെക്സ്റ്റ് PDF ആയിട്ട് ക്ലാസ് റൂമിൽ കിട്ടും. ടെക്സ്റ്റായി വാങ്ങേണ്ടതില്ല. ഇനി ടെക്സ്റ്റായി വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇവിടുത്തെ പ്രിന്റിംഗ് സെക്ഷനുമായി ബന്ധപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കണക്ട് ചെയ്ത് തരാം. ടെക്സ്റ്റ് ബുക്ക് വാങ്ങണമെന്ന് കോഴ്സിന്റെ ഭാഗമായി നിർബന്ധമില്ലാന്ന്, PDF കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടാവും സാറേ? ക്ലാസ് തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും ഉണ്ട്. 1 മണിക്കൂറാണോ? 1 മണിക്കൂറാണല്ലോ, റെക്കോർഡ് ക്ലാസ് ആണല്ലോ. നിങ്ങളുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ചിട്ട് പഠിച്ചാൽ മതി. എപ്പോഴാണോ നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടുന്ന ആ സമയത്ത് നോക്കി കയറി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ശരി. ക്ലാസ് എന്നത്തേക്ക് സ്റ്റാർട്ട് ജൂലൈ ചെയ്യുന്നു? 1-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂലൈ 1-ാം തീയതിയാണ് അക്കാദമിക് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ 24-ാം തീയതി ആയില്ലേ? ജൂലൈ 1-ാം തീയതിയാണ് അക്കാദമിക് ക്ലാസ്സുകൾ ആരംഭിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എത്ര സബ്ജക്റ്റ് ഉണ്ടാവുന്നോ? ഒറ്റ ഡിവിഷനിൽ 4 സബ്ജക്റ്റ് ഉണ്ടാവും. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തു. അനന്യ വൈകിയാണോ കയറിയത്? ഓക്കെ, ശരി. അടുത്ത ചോദ്യം. സംശയമൊക്കെ കഴിഞ്ഞോ? അങ്ങനെയെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഞാൻ എന്റെ നമ്പർ പറയാം. എന്റെ നമ്പർ നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം കേട്ടോ. ഞാൻ ഏതെങ്കിലും ക്ലാസ് ആണെങ്കിൽ മാത്രമേ എടുക്കാതിരിക്കുള്ളൂ.
ഓർക്കാൻ ഭയങ്കര എളുപ്പമുള്ള നമ്പറാണ്. ഈ നമ്പർ എല്ലാവരും ഒന്ന് ഫോണിൽ സേവ് ചെയ്ത് വെച്ചേക്കുക. കാരണം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഈ നമ്പറിൽ നിന്നായിരിക്കും. അപ്പോൾ എന്റെ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. 9235 700 300 ഇതാണ് എന്റെ ബിസിനസ് നമ്പർ. എന്റെ പേര് ജയദേവ് എന്നാണ്. സ്മാർട്ട് സിയുടെ മാനേജിംഗ് പാർട്ട്ണറിൽ ഒരാളാണ്. ഓക്കെ, നമ്പർ ഒന്നും കൂടെ പറഞ്ഞ സാറേ. ഇതേ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കിയേ. 9235 700 300 9235 ഇതാണ് നമ്പർ. ഓക്കെ, അപ്പോ പ്രിയമുള്ളവരെ, നമുക്ക് ഈ ക്ലാസ്സിലൂടെ മികച്ച രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകാനുണ്ട്, മികച്ച വിജയം കൊയ്യാനുണ്ട്. എല്ലാവർക്കും ജോലി വാങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഓഫീസിനെ മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള എബിലിറ്റിയിലേക്ക്, പ്രൊഫഷണലിസത്തിലേക്ക് മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഏവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. Thank you, sir. ഓക്കെ, താങ്ക് യു all of you. താങ്ക് യു സാർ.